അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയായിട്ട് നല്ല രീതിയിൽ കിടപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ തൊട്ടൊന്ന് ആക്റ്റീവായി. പിന്നെ എന്താ പറയുക, നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ആകെ അലമ്പായിരുന്നു. കാരണം രണ്ടാഴ്ചയിൽ മേലായി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ആകെ അലമ്പായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ അതൊക്കെ ക്ലീൻ ചെയ്തു, വീടെല്ലാം സെറ്റാക്കി. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട്, അതായത് മുടിയും കാര്യങ്ങളൊക്കെ വെട്ടണം. എല്ലാം ആകെ അലമ്പാണ്. താടിയൊക്കെ ട്രിം ചെയ്തിട്ട് കുറേ ആയി. മൊത്തത്തിൽ ആകെ അലമ്പായിട്ട് കിടക്കുന്ന ഒരു 2 ആഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ 75 ഹാർഡ് ചാലഞ്ച് ആണെങ്കിൽ നമ്മളെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, എല്ലാതും പാളി. ഇനിയിപ്പോൾ വീണ്ടും ഡേ 1 എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ വീണ്ടും എന്താ പറയുക, അതിലേക്ക് തന്നെ തിരിച്ച് വരാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടിയും ഒന്ന് കൺസിസ്റ്റൻ്റ് ആക്കണം കാര്യങ്ങളെല്ലാതും. എന്താ പറയുക, എല്ലാതും ആകെ അലമ്പായി. ഇതിപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. ഇപ്പോൾ നമുക്കൊന്നും നമ്മളെ കൺട്രോളിലുള്ളതല്ല. പക്ഷേ നമ്മളത് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാതും റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏറ്റവും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഹാർഡായിട്ട് എടുക്കുന്ന ഒരു ജേണിയാണ് ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് ഡെവലപ്മെൻറ്റ്. ആ ഒരു ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊന്നും ഇത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജസിലോ ഇതൊന്നും പഠിപ്പിച്ച് തരാത്ത ഒരു പോർഷനാണ് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അത് നമ്മളായിട്ട് സ്വയം കണ്ടുപിടിച്ച് നമ്മൾ ചേഞ്ചസ് എന്തൊക്കെ വരുത്തണോ, നമ്മളെ ആഗ്രഹങ്ങളല്ല അതൊക്കെ. അപ്പോൾ അതൊന്നും ഇതുവരെ ആരും പഠിപ്പിച്ചില്ല. ആ ടേം തന്നെ ഇപ്പോൾ എന്താ പറയുക, പോപ്പപ്പ് ആവണത് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 2024 അല്ലെങ്കിൽ ഞാനിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു 2 വർഷം, 24 അല്ല, ഒരു കഴിഞ്ഞ 2.5 വർഷത്തോളമായിട്ടാണ് ഞാൻ ഈ ഒരു വേർഡ് തന്നെ പോപ്പപ്പായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുവരെ ഇങ്ങനൊരു വേർഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു നോളജും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇത് പോപ്പപ്പായി വന്നിട്ടുണ്ടാവും, പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ അപ്ഡേറ്റ്, അതായത് നമ്മൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ നാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു സെപ്പറേറ്റ് സീരീസ് പോലെ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്യൂസ് അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഇഷ്യൂസ് ഇൻ ദ സെൻസ്, ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിരുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ഞാൻ ആ ബ്രാൻഡ് നെയിം ഇന്നലെയാണ് ഞാനത് നാട്ടിൽ ചെക്ക് ചെയ്തത്, ട്രേഡ് മാർക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ ഏതോ ഒരു കമ്പനി ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സെയിം അപ്പാരൽ ഫീൽഡിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ രജിസ്റ്റേർഡ് ആയിട്ടില്ല, പക്ഷെ എപ്പോഴും ഒബ്ജക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോയെന്ന് നോക്കണം. കാരണം ഈ ബ്രാൻഡ് നെയിം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഈ ഒരു ബ്രാൻഡ് എന്താണെന്നും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തുണ്ടാക്കണ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ബ്രാൻഡിൻ്റെ മൊത്തം ഒരു കംപ്ലീറ്റ് സീരീസ് പോലെ ഫ്രം സ്ക്രാച്ച് എങ്ങനെ നമ്മൾ ചെയ്യും. ഇപ്പോൾ നാട്ടിലിപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അതായത് മാനുഫാക്ചേഴ്സിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ക്വാളിറ്റിയുടെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യാനല്ല, വേറെ പുറത്തുനിന്ന് പ്രൊഡക്ഷൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു സീരീസ് പോലെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു 75 ഹാർഡ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണല്ലോ. പക്ഷേ അതിൽ ഇപ്പോൾ ഒരു ഒറിജിനൽ ശരിക്കൊരു 75 ഹാർഡ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ 2 വർക്കൗട്ടൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ് പോലെ ഇരിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ 2 വർക്കൗട്ട് എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്കിന് പോകുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. 7 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്താൻ ഒരു 4 മണിക്കാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പീരീഡിൽ എനിക്കിപ്പോൾ 2 വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വൈകിട്ട് വന്നിട്ടാണ് ഞാൻ കൂടുതലും വർക്കൗട്ട് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു വർക്കൗട്ട് ഞാൻ ആദ്യം ചെയ്തിരുന്നു. ആദ്യം എല്ലാ വീക്കെൻഡ്സിലും ഞാനൊരു റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ, കാരണം ഞാൻ ആദ്യം താമസിച്ചിരുന്ന അടുത്ത് തന്നെയാണ് ഒരു പാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ പാർക്കിൽ പോകും, റൺ ചെയ്യും. അപ്പോൾ
അങ്ങനെ ഒരു ഓടാൻ പോയിരുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് മാറി, പിന്നെ ഇവിടെ അടുത്ത് പാർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ആ പാർക്കിലേക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇപ്പോൾ റൺ ചെയ്യുന്നില്ല. പക്ഷേ 2 വർക്കൗട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് 2 വർക്കൗട്ട് ചെയ്യൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഒരു വർക്കൗട്ടാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. കാരണം വയ്യാണ്ടായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം നല്ല ടയേർഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചുമ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ വയ്യാണ്ടായി പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ബ്രാൻഡിൻ്റെ കാര്യങ്ങളെല്ലാം അതും അതിൽ കൂടെ അങ്ങനെ പോയിരുന്നു എന്നല്ലാണ്ട് അത് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ സംസാരിക്കാനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളെ ബ്രാൻഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതായത് ഇപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട, ഞാൻ നാട്ടിലത്തെ എനിക്ക് റൂൾസ് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു സോൾ പ്രൊപ്പറേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് ബിസിനസ് എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ നോക്കി അതിന് ശേഷമൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. ഇപ്പോൾ നാട്ടിലത്തെ കേസ് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന്. പക്ഷേ പലരും, ഞാനിപ്പോൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം ഇപ്പോൾ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ 3 വർഷം രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പലതിലും കണ്ടത്. പക്ഷേ ഫാമിലീസിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ട്രേഡ് മാർക്ക് നോക്കിയപ്പോൾ ഈ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയൊരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അറിയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലിത് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം നാട്ടിൽ ഞാനിത് അങ്ങനെ നോക്കി എന്താ പറയുക, ഇപ്പോൾ ഈ ട്രേഡ് മാർക്ക് ചെക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഉണ്ടാക്കിയൊരു ബ്രാൻഡാണ്. കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഇവിടെ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഞാൻ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നാട്ടിൽ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് നാട്ടിൽ ഞാൻ ബിൽഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരെ അങ്ങനത്തെ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് എത്തി. പഠിച്ചവനൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നതാണല്ലോ. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അത് ഒന്ന് സോൾവ് ചെയ്യണം. പിന്നെ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡിസൈൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിസൈൻ കാര്യങ്ങളെല്ലാതും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ് വരുന്നത്. ഇതിൽ പല ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിലിപ്പോൾ ഒരെണ്ണമാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പല ടൈപ്പോഗ്രഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അതിലൊരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം എൻ്റെ മനസ്സിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒട്ടുമിക്കതും അതുതന്നെ ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു മാനുഫാക്ചറെ ഏറെക്കുറെ ഞാൻ ഓക്കെ അയച്ചു. ഞാനിപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു സീരീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, സ്റ്റേജ് 1 തൊട്ടിട്ട് എങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഓൾറെഡി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ടീഷർട്ടും കൊണ്ടുപോയിട്ട് നമ്മൾ പ്രിൻ്റ് അടിക്കുക അങ്ങനെയൊന്നല്ല. നമ്മൾ തന്നെ നമ്മളുടെ ഫാബ്രിക് ചൂസ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് വാല്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കലായിരിക്കണം. എത്തിക്കൽ മീൻ ഇൻ ദ സെൻസ് എല്ലാതും ഓർഗാനിക് ആയിരിക്കണം. ഒരു ഇപ്പോൾ പോളിയസ്റ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാൻമെയ്ഡ് ഫാബ്രിക്കോ അല്ലെങ്കിൽ പോളിയസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പോളിയസ്റ്റർ നമുക്ക് നല്ലതല്ല. അതായത് അതൊരു മൈക്രോ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന ഒരു മെറ്റീരിയലാണെന്നാണ് ഞാൻ പല റിസർച്ചും ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഒരു ഫാബ്രിക്സും നിലവിൽ എൻ്റെ മൈൻഡിലില്ല. എല്ലാതും എത്തിക്കലായിട്ട് കിട്ടണേ. എനിക്ക് അതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാൻ ആ സീരീസിലെ ഞാനത് പറയാൻ പറ്റും. കാരണം ഓരോ സ്റ്റേജസ് കടക്കുമ്പോഴും അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇനി എനിക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. നമ്മളെന്ന ഒരു വ്യക്തിനെ അൺലോക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക കുറച്ച് മൊമെൻറ്റ്സും കുറച്ച് റിയലൈസേഷൻസും
പിന്നെ മെയിനായിട്ട് അൺലേൺ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളത് അൺലേൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുക, ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക.